എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ ബി മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ വെച്ചാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. തന്നിരിക്കുന്നവയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഓപ്ഷൻ എ മണിക്കരൻ. ഇന്ത്യയിൽ മണിക്കരനിലാണ് ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ഓപ്ഷൻ എ തൃശൂർ. തൃശൂരിൽ വെച്ചായിരുന്നു 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ഓപ്ഷൻ സി മലബാർ. മലബാർ ആയിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ചിന്നാർ. ചിന്നാറാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തുപേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തുപേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ടെറ്റനി. ടെറ്റനി എന്നാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് അറിയപ്പെടുന്നത്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. തന്നിരിക്കുന്നവയിൽ ഏതാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? ഓപ്ഷൻ എ മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയാണ് തന്നിരിക്കുന്നവയിൽ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? തന്നിരിക്കുന്നവയിൽ ഏതാണ് ഏകാറ്റോമികം? ഓപ്ഷൻ ഡി ഹീലിയം. ഹീലിയമാണ് തന്നിരിക്കുന്നവയിൽ ഏകാറ്റോമികം. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര്. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്നാണ് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. തന്നിരിക്കുന്നവയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. ഓപ്ഷൻ ബി യുറാനസ്. യുറാനസ് ആണ് തന്നിരിക്കുന്നവയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2005. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത്. 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശം.
1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശം? ഓപ്ഷൻ എ ദാമൻ. ദാമനാണ് 1961 ഇന്ത്യയോട് ചേർക്കപ്പെട്ട പോർച്ചുഗൽ അധിനിവേശ പ്രദേശം. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. തന്നിരിക്കുന്നവയിൽ റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ ബി പോളിത്തീൻ. തന്നിരിക്കുന്നവയിൽ പോളിത്തീനാണ് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി? ഓപ്ഷൻ സി മൊറാർജി ദേശായി. മൊറാർജി ദേശായിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ. ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? ഓപ്ഷൻ സി 3.28. 3.28 മില്യൺ ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തീർണം. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത്? തന്നിരിക്കുന്നവയിൽ MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? ഓപ്ഷൻ ഡി സർബതി സൊണോറ. സർബതി സൊണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. ഒരു ആറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരു ആറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 32. ഒരു ആറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ 32 എണ്ണമാണ്. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ സി 86-ാം ഭേദഗതി. ഭരണഘടനാ ഭേദഗതി 86 അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. വായനാ ദിനമായി ആചരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ എ PN പണിക്കരുടെ ചരമദിനം. തന്നിരിക്കുന്നവയിൽ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ എ നവംബർ 11. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്. ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി വെക്സിലോളജി. വെക്സിലോളജി എന്നാണ് ഫ്ലാഗുകളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത? ഓപ്ഷൻ സി NH44. NH44 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം? ഓപ്ഷൻ എ ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഓപ്ഷൻ ബി 52 സെക്കൻഡ്. 52 സെക്കൻഡ് കൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കേണ്ടത്. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. തന്നിരിക്കുന്നവയിൽ 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന? ഓപ്ഷൻ എ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ. മസ്ദൂർ കിസാൻ
ശക്തി സംഘടനാണ് 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. താഴെ പറയുന്നതിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കാഡ്മിയം. തന്നിരിക്കുന്നവയിൽ കാഡ്മിയമാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി നൈട്രജൻ. നൈട്രജനാണ് തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമേത്? തന്നിരിക്കുന്നവയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം. ഓപ്ഷൻ ബി ഗോയിറ്റർ. ഗോയിറ്റർ ആണ് തന്നിരിക്കുന്നവയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഓപ്ഷൻ സി 2695 മീറ്റർ. 2695 മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചതാരാണ്? ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി സി വി രാമൻ പിള്ള. സി വി രാമൻ പിള്ളയാണ് ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഓപ്ഷൻ എ 1858. 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതായിരുന്നു? ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതായിരുന്നു? ഓപ്ഷൻ എ മീഥൈൽ ഐസോസൈനേറ്റ്. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന രാസവസ്തുവായിരുന്നു ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായത്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. റിക്കറ്റ്സ് അഥവാ കണരോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു? റിക്കറ്റ്സ് അഥവാ കണരോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണരോഗം ഉണ്ടാകുന്നത്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി. മധ്യരേഖാ പ്രദേശത്തോടു കൂടി ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്ര കിലോമീറ്ററാണ്? മധ്യരേഖാ പ്രദേശത്തോടു കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം എത്ര കിലോമീറ്ററാണ്? ഓപ്ഷൻ ഡി 40,000 കിലോമീറ്റർ. മധ്യരേഖാ പ്രദേശത്തോടു കൂടിയുള്ള
ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്ററാണ്. കെൽവിൻ സ്കെയിലിൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ്. കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? ഓപ്ഷൻ എ 310 കെൽവിനാണ് മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് കെൽവിൻ സ്കെയിലിൽ. നീലനിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം. തന്നിരിക്കുന്നവയിൽ നീലനിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ഓപ്ഷൻ ബി റീഗൽ. റീഗൽ നക്ഷത്രമാണ് തന്നിരിക്കുന്നവയിൽ നീലനിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. തന്നിരിക്കുന്നവയിൽ കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് തന്നിരിക്കുന്നവയിൽ കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം. നിറമില്ലാത്തൊരു സംയുക്തം. തന്നിരിക്കുന്നവയിൽ നിറം ഇല്ലാത്ത ഒരു സംയുക്തമാണ്. ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്. തന്നിരിക്കുന്നവയിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നിറമില്ലാത്ത ഒരു സംയുക്തം. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ചലച്ചിത്രകാരൻ. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ചലച്ചിത്രകാരൻ. ഓപ്ഷൻ ബി സത്യജിത് റേ. സത്യജിത് റേ ആണ് സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ചലച്ചിത്രകാരൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ. ഓപ്ഷൻ ഡി വില്യം ലോഗൻ. വില്യം ലോഗൻ കമ്മീഷനാണ് മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷമേത്? ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി 2000. ഇന്ത്യയിൽ 2000-ലായിരുന്നു സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്നത്. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. ഓപ്ഷൻ സി സേവനാവകാശ നിയമം. സേവന അവകാശ നിയമമാണ് സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം. തന്നിരിക്കുന്നവയിൽ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? ഓപ്ഷൻ സി ഗാമ കിരണം. തന്നിരിക്കുന്നവയിൽ ഗാമ കിരണമാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി കണ്ണൂർ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല കണ്ണൂർ ജില്ലയിലാണ്. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം. ഓപ്ഷൻ സി 27 ദിവസം. 27 ദിവസമാണ് ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ഓപ്ഷൻ സി ന്യൂറോൺ. ന്യൂറോണാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം. ഓപ്ഷൻ ഡി അനുച്ഛേദം 30. അനുച്ഛേദം 30 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ്. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾ. ഓപ്ഷൻ ബി ഉൽപ്രേരകങ്ങൾ. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും
സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഉൽപ്രേരകങ്ങൾ എന്നാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ അന്തർവ്യാപനം. അന്തർവ്യാപനം എന്നാണ് ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനം അറിയപ്പെടുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ ബി ബയോഗ്യാസ്. ബയോഗ്യാസ് ആണ് തന്നിരിക്കുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? തന്നിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഓപ്ഷൻ എ ബിറ്റുമിൻ. ബിറ്റുമിൻ ആണ് തന്നിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ എ മനോഹര ഹോൾക്കർ. മനോഹര ഹോൾക്കർ ആണ് ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം. നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ഓപ്ഷൻ ബി മ്യാൻമർ. മ്യാൻമർ ആണ് നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം. ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം. തന്നിരിക്കുന്നവയിൽ ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം ഓപ്ഷൻ എ മോൾ. മോൾ ആണ് തന്നിരിക്കുന്നവയിൽ ദ്രവ്യത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഏകകം. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ വി വി ഗിരി. വി വി ഗിരി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓറം എന്ന പേര് ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി സ്വർണം. തന്നിരിക്കുന്നവയിൽ സ്വർണമാണ് ഓറം എന്ന പേര് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? ഓപ്ഷൻ എ സിഫിലിസ്. സിഫിലിസ് രോഗം നിർണ്ണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത്. KTET ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ്? KTET ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ്? ഓപ്ഷൻ എ അധ്യാപകർ. അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് KTET. ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദി. തന്നിരിക്കുന്നവയിൽ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദി.
ഓപ്ഷൻ സി ഭവാനി. ഭവാനിയാണ് തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഒരു നദി. ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത്. മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്? മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്? ഓപ്ഷൻ ഡി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് അടിസ്ഥാനമിട്ടത്. മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം? മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം? ഓപ്ഷൻ ഡി മാഹി. മാഹിയാണ് മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിലെ പ്രദേശം. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ബി ബെൽഗ്രേഡ്. ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഉച്ചകോടി നടന്നത്. നമ്മുടെ കരളിൽ ഏത് രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത്? നമ്മുടെ കരളിൽ ഏത് രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ഗ്ലൈക്കോജൻ. നമ്മുടെ കരളിൽ ഗ്ലൈക്കോജൻ്റെ രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത്. ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 1857 മഹത്തായ വിപ്ലവം. ചരിത്ര സംഭവമായ 1857 മഹത്തായ വിപ്ലവമായിട്ടാണ് ബീഗം ഹസ്രത്ത് മഹൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആശ്രയത്വ നിരക്ക്. ആശ്രയത്വ നിരക്കാണ് ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളിൽ പെടാത്തത്. 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം ആയിരുന്നു 1971 ഇൻഡോ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്? ഓപ്ഷൻ സി 11. 11 മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം? ഓപ്ഷൻ ഡി സമത്വ സമാജം. സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി തൃശ്ശൂർ. തൃശ്ശൂരിലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? പന്നിയൂർ 1 എന്നത് പറയുന്ന ഏതിനം സസ്യത്തിൻ്റെ
സങ്കര ഇനം ആണ്? ഓപ്ഷൻ ഡി കുരുമുളക്. പന്നിയൂർ 1 എന്നത് കുരുമുളകിൻ്റെ ഒരു സങ്കര ഇനമാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഗംഗ. ഗംഗ നദിയിലാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത്. 2024 ഒളിമ്പിക്സ് വേദിയായിരുന്നത്? 2024 ഒളിമ്പിക്സ് വേദിയായിരുന്നത്? ഓപ്ഷൻ എ പാരീസ്. പാരീസ് ആയിരുന്നു 2024 ഒളിമ്പിക്സ് വേദി. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ബി വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ റാണി ഗൈഡിൻ ലിയു. റാണി ഗൈഡിൻ ലിയുവിനാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ റൗലറ്റ് ആക്ടിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നിരുന്നത്. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ OM നമ്പ്യാർ. OM നമ്പ്യാറാണ് ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് രാജ്യത്ത് നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? ഇന്ത്യയുടെ സഹകരണത്തോടെ ഏത് രാജ്യത്ത് നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? ഓപ്ഷൻ സി ഭൂട്ടാൻ. ഇന്ത്യയുടെ സഹകരണത്തോടെ ഭൂട്ടാനിൽ നിലവിൽ വന്ന ജലവൈദ്യുത പദ്ധതിയാണ് താല ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ? ഓപ്ഷൻ എ ആരവല്ലി നിരകൾ. ആരവല്ലി മലനിരകളാണ് തന്നിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 തവണ ആദരിക്കപ്പെട്ട മലയാളി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 തവണ ആദരിക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ സി കെ കൃഷ്ണമേനോൻ. കെ കൃഷ്ണമേനോനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 തവണ ആദരിക്കപ്പെട്ട മലയാളി. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം? ഓപ്ഷൻ എ ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികവിനാണ്? സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികവിനാണ്? ഓപ്ഷൻ ബി പത്രപ്രവർത്തനം.
പത്രപ്രവർത്തനത്തിലെ മികവിനാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി വയനാട്. വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത്. കേരളത്തിൽ എവിടെയാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം? കേരളത്തിൽ എവിടെയാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം? ഓപ്ഷൻ ഡി കോഴിക്കോട്. കേരളത്തിൽ കോഴിക്കോടാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. അമ്ലത്തിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം? അമ്ലത്തിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം? ഓപ്ഷൻ ബി അലുമിനിയം. അലുമിനിയമാണ് അമ്ലത്തിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവം പുലർത്തുന്ന ലോഹം. LIC നിലവിൽ വന്ന വർഷം? LIC നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1956. 1956 LIC നിലവിൽ വന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.